ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പുസ്തകത്തിലെ യൂണിറ്റ് 2 അരിസ്റ്റോട്ടലിൻ്റെ കാവ്യചിന്തകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അരിസ്റ്റോട്ടലിനെ കുറിച്ചും പോയിറ്റിക്സ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയെക്കുറിച്ചും ദുരന്ത നാടക ചർച്ച ഇവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോക പ്രശസ്തനായ തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. പ്രകൃതിശാസ്ത്രം, തത്വചിന്ത, ഭാഷാശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം, മതം, മനഃശാസ്ത്രം എന്നീ മേഖലകളിലെല്ലാം തന്നെ അരിസ്റ്റോട്ടലിൻ്റെ ചിന്താപദ്ധതി വ്യാപിച്ചു കിടന്നിരുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധ്യാപകനായിരുന്നു, പ്ലേറ്റോയുടെ ശിഷ്യനുമായിരുന്നു അരിസ്റ്റോട്ടിൽ. ഒരു ശിഷ്യൻ ഗുരുവിന് നൽകേണ്ട ഏറ്റവും വലിയ ദക്ഷിണ ഗുരുവിൻ്റെ മുഴുത്ത പിഴകളെ അപ്പാടെ അംഗീകരിക്കലല്ല എന്ന് അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചു. കാരണം അദ്ദേഹം പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നെങ്കിൽ പോലും പ്ലേറ്റോയുടെ എല്ലാ വാദങ്ങളെയും അപ്പാടെ അദ്ദേഹം സ്വീകരിക്കാതെ അദ്ദേഹം അതിനെ വിമർശിക്കാൻ താല്പര്യം വിമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ചിന്തകളിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് സ്വകീയമായൊരു ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അരിസ്റ്റോട്ടിൽ ചെയ്തത്. സാഹിത്യ നിരൂപണ ലോകത്തിലെ അലക്സാണ്ടർ ചക്രവർത്തി എന്നാണ് സെയിൻബറി അരിസ്റ്റോട്ടലിനെ വിശേഷിപ്പിക്കുന്നത്. പ്ലേറ്റോയുടെ മരണശേഷം ഏതൻസിലേക്ക് മടങ്ങി അരിസ്റ്റോട്ടിൽ. അവിടെ അദ്ദേഹം ലൈസിയം എന്ന പേരിലുള്ള ഒരു വിദ്യാലയം സ്ഥാപിച്ചു. തത്വശാസ്ത്രവും പ്രഭാഷണകലയും തുടങ്ങി കായികാഭ്യാസം വരെയുള്ള കാര്യങ്ങളിൽ ലൈസികം മാതൃകയായിട്ട് തീർന്നു. പക്ഷേ പിന്നീട് ഫിലിപ്പ് രാജാവിൻ്റെയും റോമൻ ജനറലായ സർലയാലിൻ്റെയും ആക്രമണത്തിന് വിധേയമായിട്ട് ലൈസിയം വിദ്യാലയം തകർക്കപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായിരുന്നു പൊയറ്റിക്സ് എന്നുള്ളത്. ഇത് പ്ലേറ്റോയുടെ വാദഗതികൾക്ക് അരിസ്റ്റോട്ടൽ നൽകുന്ന മറുപടിയാണ് ഈ കൃതിയിൽ ഉള്ളത്. നമുക്ക് ഇനി ആ പൊയറ്റിക്സ് എന്ന ആ ഒരു കൃതിയിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോകാം. ചരിത്രപരമായ തെളിവുകളൊക്കെ വെച്ച് നോക്കിയാൽ ലോകത്തിലെ ആദ്യത്തെ കാവ്യശാസ്ത്ര ഗ്രന്ഥമായിട്ടാണ് പൊയറ്റിക്സിനെ കണക്കാക്കപ്പെടുന്നതെന്ന് നെല്ലിക്കൽ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ സാഹിത്യ ദർശനങ്ങൾ എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൃതിയിൽ ആകെ 26 അധ്യായങ്ങളും 10,000-ഓളം വാക്കുകളും ഉണ്ട്. ഇതിലെ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ അനുകരണാത്മകമായ കലകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലാകട്ടെ ദുരന്ത നാടകം, അതായത് ട്രാജഡിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലാകട്ടെ കാവ്യരചനാശൈലി, അതായത് കാവ്യഭാഷ, കാവ്യശൈലി, പദവിന്യാസം എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 23-ാം അധ്യായത്തിലാണ് അദ്ദേഹം ട്രാജഡിയെക്കുറിച്ച് പറയുന്നത്. മറ്റ് അധ്യായങ്ങളെല്ലാം ഇതിഹാസത്തിൻ്റെ വിശകലനങ്ങളൊക്കെയാണ്. ഇങ്ങനെ കവിതയ്ക്കെതിരെ പ്ലേറ്റോ കുറേ വിമർശനങ്ങൾ ഉയർത്തിയതായിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞു. അതിൽ ഈ പൊയറ്റിക്സ് എന്ന കൃതി പ്ലേറ്റോയുടെ അത്തരം വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ്. കവിത അനുകരണം തന്നെയാണെന്നും പക്ഷേ അത് സത്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നില്ലെന്നും അരിസ്റ്റോട്ടിൽ വാദിക്കുന്നു. പ്ലേറ്റോ പറഞ്ഞത് എന്തായിരുന്നു? കവിത എന്ന് പറയുന്നത് അനുകരണമാണ്, അത് യാഥാർത്ഥ്യത്തിൽ നിന്നും 2 പടി അകലെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ അരിസ്റ്റോട്ടിൽ ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. കവിത അനുകരണം തന്നെയാണെന്നും പക്ഷേ അത് സത്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നില്ല എന്നും അരിസ്റ്റോട്ടിൽ വാദിക്കുന്നു. വസ്തുവിൻ്റെ പകർപ്പ് മാത്രമാണ് അനുകരണം എന്ന പ്ലേറ്റോയുടെ ആ വാദത്തെ അരിസ്റ്റോട്ടിൽ പൂർണ്ണമായിട്ടും എതിർക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുടെ പുനഃസൃഷ്ടിയാണ് അരിസ്റ്റോട്ടലിൻ്റെ ദർശനത്തിൽ അനുകരണം എന്ന് പറയുന്നത്. ആദർശാത്മകമായ രൂപത്തിൽ വസ്തുക്കളെ സൃഷ്ടിക്കുക എന്നതാണ് അരിസ്റ്റോട്ടിൽ അനുകരണത്തിന് നൽകുന്ന ഉത്തരം. സത്യത്തിൽ നിന്നും അനുകരണം അകന്നു നിൽക്കുന്നുവെന്ന പ്ലേറ്റോ പറയുമ്പോൾ അനുകരണം നമ്മെ സത്യത്തോട് ചേർത്ത് നിർത്തുന്നു എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പ്ലേറ്റോ പറഞ്ഞത് എന്താണ്? കവിത ഭ്രാന്താണ്, ഉന്മാദാവസ്ഥയിൽ എഴുതുന്നതാണ് കവിത. എന്നാൽ കവിത ഭ്രാന്തല്ല, ബോധപൂർവമായ ഒരു പ്രക്രിയയുടെ സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ കാവ്യസത്യം അലൗകികമാണെന്ന് അരിസ്റ്റോട്ടിൽ വാദിക്കുന്നു. പൗരസ്ത്യ കാവ്യാനുഭവത്തെ അലൗകികം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് ട്രാജഡി, അതായത് ദുരന്ത നാടകം എന്താണെന്ന് ഒന്ന് ചർച്ച ചെയ്യാം. സ്വയം പൂർണ്ണവും ഗൗരവം നിറഞ്ഞതും നിശ്ചിത ദൈർഘ്യവുമുള്ളതുമായ ഒരു ക്രിയയുടെ അനുകരണമാണ് ട്രാജഡി എന്നാണ് അരിസ്റ്റോട്ടിൽ ട്രാജഡിയെ വിശേഷിപ്പിക്കുന്നത്. സ്വയം പൂർണ്ണമാണ്, ആദ്യമധ്യാന്ത പൊരുത്തം ഉണ്ടായിരിക്കും, ഗൗരവം നിറഞ്ഞതായിരിക്കും, ഒരു നിശ്ചിത ദൈർഘ്യം, നിശ്ചിത സമയം ഉണ്ടായിരിക്കും, ഇത്ര ദൈർഘ്യം, ഇത്ര നേരം എന്നുള്ള ഒരു ദൈർഘ്യമുള്ളതുമായ ഒരു ക്രിയയുടെ അനുകരണമാണ് ട്രാജഡി. അതാണ് അരിസ്റ്റോട്ടിൽ ട്രാജഡിയെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ ഓരോ ഭാഗത്തും എങ്ങനെയായിരിക്കണം? ഉചിതമായ ഭാഷ പ്രയോഗിച്ചിരിക്കണം. അതായത് എവിടെയാണോ, എപ്രകാരമാണോ, ഏത് സാഹചര്യത്തിലാണോ പ്രയോഗിക്കേണ്ടത് അതിൻ്റെ യഥാർത്ഥ ഉചിതമായ ഭാഷ പ്രയോഗിച്ചിരിക്കണം. അത് ആഖ്യാന രൂപത്തിലല്ല പ്രയോഗിക്കേണ്ടത്, നാട്യരൂപത്തിലാണ്. ദുരന്ത നാടകം ഗുരുതരമായ ഒരു ക്രിയയുടെ അനുകരണമെന്ന് പറയുമ്പോൾ അത് കോമഡിയിൽ നിന്നുള്ള അന്തരമാണ് വ്യക്തമാക്കുന്നത്.
ഭയം, അനുകമ്പ എന്നീ വികാരങ്ങൾ അനുവാചകനിൽ ഉദ്ദീപിപ്പിക്കുകയും പിന്നീട് അവയെ വിരേചനത്തിലൂടെ വിമലീകരിക്കുകയും ചെയ്യുന്നു. ട്രാജഡിയിൽ അനുകരണം ആഖ്യാന രൂപത്തിലല്ല, അഭിനയ രൂപത്തിലാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് അരിസ്റ്റോട്ടിൽ. അതെന്താണ് നമ്മളെ കാട്ടിത്തരുന്നത്? അത് ഇതിഹാസത്തിൽ നിന്നും ട്രാജഡിക്കുള്ള വ്യത്യാസമാണ് പ്രകടമാക്കുന്നത്. ഉചിതമായ അലങ്കൃത ഭാഷ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഉചിതമായ അലങ്കാര ഭാഷ പ്രയോഗിക്കണം എന്ന് പറയുന്നത് കൊണ്ട് അതിലുപയോഗിക്കുന്ന താളലയങ്ങളും ഗീതകങ്ങളും ഉൾക്കൊള്ളുന്ന ഭാഷ എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനിയും അദ്ദേഹം ട്രാജഡിയിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് പറയുന്നു. 6 ഘടകങ്ങളാണ് ട്രാജഡിക്കുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇതിലെ 6 ഘടകങ്ങളായിട്ട് പറയുന്നത് ഇതിവൃത്തം, കഥാപാത്ര ചിത്രീകരണം, ഉചിത ചിന്ത, പദശില്പം, ദൃശ്യ ചമൽക്കാരം, ഗീതം. ആദ്യം പറയുന്നത് അദ്ദേഹം ഇതിവൃത്തത്തെക്കുറിച്ചാണ്. ദുരന്ത നാടകങ്ങളുടെ ആത്മാവ് പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിതത്തിലെ ക്രിയകളുടെ കലാപരമായ പര്യായമാണ്. ഇതിവൃത്തം ഇല്ലാതെ നാടകമില്ല. കഥാപാത്രത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ. മനുഷ്യർക്ക് സുഖ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് പ്രവൃത്തി മൂലമാണ്. അപ്പോൾ സ്വഭാവം പ്രകടിപ്പിക്കേണ്ടത് ക്രിയയിൽ കൂടിയാണെന്ന് ബോധ്യമാകുന്നു. അതായത് മനുഷ്യരുടെ സുഖദുഃഖങ്ങളുടെ കാരണമെല്ലാം പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവം പ്രകടിപ്പിക്കേണ്ടത് എന്തിലൂടെയാണ്? പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ക്രിയയിലൂടെയാണ് എന്ന് ബോധ്യമാകുന്നു. അതിനാൽ സ്വന്തം ക്രിയകൾ കൊണ്ട് ഇതിവൃത്തം സൃഷ്ടിക്കുന്നവരാണ് അരിസ്റ്റോട്ടലിൻ്റെ സങ്കല്പത്തിലുള്ള കഥാപാത്രങ്ങൾ. ട്രാജഡിയിലെ ഘടകങ്ങളിൽ അരിസ്റ്റോട്ടൽ പ്രധാനപ്പെട്ട സ്ഥാനം നൽകുന്നതും ഇതിവൃത്തത്തിനാണ്. ദുരന്ത നാടകത്തിലെ മുഖ്യ കഥാപാത്രത്തിൻ്റെ സ്വഭാവം നാടകത്തിൻ്റെ പ്രയോജനവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അരിസ്റ്റോട്ടൽ ആ വിഷയത്തെപ്പറ്റി കൂടുതൽ തീക്ഷ്ണമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരു ട്രാജിക് ഹീറോ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അടിസ്ഥാനപരമായി നല്ലവനായിരിക്കാം, എങ്കിലും ഒരിക്കലും പെർഫെക്റ്റ് ആകരുത്. അതായത് ട്രാജഡിയിലെ നായകൻ അത്യന്ത ഗുണവാനോ അതീവ ദുഷ്ടനോ ആകരുത്. അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ നായകൻ്റെ പരിപൂർണമായ നന്മ നാടകീയതയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ദുഷ്ടനായ ഒരു കഥാപാത്രത്തിൻ്റെ നാശം നമ്മുടെ നീതിബോധത്തെ തൃപ്തിപ്പെടുത്തുമെങ്കിലും തന്മൂലം ട്രാജഡിയുടെ ഉന്നതമായ കലാധർമ്മം അവിടെ പരിരക്ഷിക്കപ്പെടുകയില്ല. ഇനി അടുത്തതായുള്ളത് ഉചിതമായ ചിന്തയാണ്. ഉത്തമ കലയുടെ പ്രത്യക്ഷീകരണമായ ഭാഷയാണ് ഉചിതമായ ചിന്ത എന്നതുകൊണ്ട് അരിസ്റ്റോട്ടൽ അർത്ഥമാക്കുന്നത്. കലാകാരൻ്റെ ദാർശനികമായ വീക്ഷണമായിരിക്കണം ചിന്ത. ചിന്തയെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തം കവിതയ്ക്കല്ല പ്രഭാഷണ കലയ്ക്കാണ് ചേരുകയെന്ന് ബൈവാട്ടർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഉത്തമ ചിന്തയുടെ പ്രത്യക്ഷീകരണമായ ഭാഷയാണ് ഉചിതമായ ചിന്ത. അടുത്തത് പദശില്പമാണ്. വാക്കുകളിൽ അർത്ഥത്തെ ആവിഷ്കരിക്കലാണ് പദശില്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പദങ്ങൾ അടുക്കുന്നതിൽ കവി കാണിക്കുന്ന കൗശലം അത് വളരെ നിർണായകമാണ്. യഥോചിതം അടുക്കുന്ന പദങ്ങൾക്ക് ആശയ സംവേദന ശക്തിയുണ്ട്. അതുകൊണ്ട് പദശില്പം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്നതാണ്. മറ്റൊന്ന് ദൃശ്യചമൽക്കാരമാണ്. നാടകം എന്താണ്? ഒരു രംഗകലയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും ദൃശ്യചമൽക്കാരത്തിനാണ്. രംഗവേദിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അരിസ്റ്റോട്ടലിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ രംഗകലയെന്ന നിലയിൽ നാടകത്തെ സമീപിക്കുന്നതിനേക്കാൾ ഏറെ അതൊരു സാഹിത്യരൂപം എന്ന രീതിയിൽ കാണാനാണ് അരിസ്റ്റോട്ടൽ ഇഷ്ടപ്പെടുന്നത്. ഇനി ഏറ്റവും അവസാനമായി അദ്ദേഹം പറയുന്ന ഘടകം ഗീതം അല്ലെങ്കിൽ മെലഡിയാണ്. ദുരന്ത നാടകത്തിൻ്റെ അലങ്കാരം എന്ന നിലയിൽ മാത്രമേ ഗീതത്തെ പരിഗണിക്കുന്നുള്ളൂ. അതിന് ആത്മാവിലേക്ക് പ്രവേശനമില്ല. ഇത്രയും 6 ഘടകങ്ങളാണ് അദ്ദേഹം ദുരന്ത നാടകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.